അദ്ദേഹത്തിന് വളരെ ചരിത്ര പ്രസിദ്ധമായ വിധികൾ പലതുമുണ്ട്. ബോംബെ ഹൈക്കോടതിയിൽ അദ്ദേഹം ബോംബെയിലെ കലാസാംസ്കാരിക രംഗവുമായിട്ട് കൂടി അല്പം അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അടുത്തതായി നമ്മുടെ പ്രസിദ്ധ സംവിധായകനും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഒരു പൂച്ചൊണ്ട് നൽകി സ്വാഗതം ചെയ്യുന്നു. മാതൃഭൂമിയുടെ ഒരു ബോംബെയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചാണ് വന്നിരിക്കുന്നത്. അശോക് ശരി, അദ്ദേഹം എത്തിയിട്ടില്ല. എന്നാൽ ഒരിക്കൽ കൂടി ഈ കലാഭവൻ മണി സ്മാരക അവാർഡ് വിജയിപ്പിക്കുവാൻ സവിനയം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റു പരിപാടികളിലേക്ക് കടക്കുകയാണ്. വളരെ നന്ദി ശ്രീ ഗോപകുമാർ പിള്ളേ. ഇനി നമുക്കൊരു കേരള ഗാനം ആണ് വേദിയിൽ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ രതീഷ് മുടവുകാടിനെ വളരെ സ്നേഹത്തോടു കൂടി പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, പാടണ പാട്ടുണ്ടാർന്നേ, ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാം ചങ്ങാതികൾ നൂറുണ്ടാർന്നേ, നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവെട്ടി കളവില്ലാതെ തിന്നണതൊന്നും വിഷമല്ലാതെ, ഒരു വീട്ടിലടപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാതെ, ഒരു കണ്ണു കലങ്ങി നിറഞ്ഞ ഓടി വരാൻ പലരുണ്ടാർന്നേ, നാടെങ്ങും മതിലില്ലാതെ നടവഴിയുടെ വഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലൊരു ചൊല്ലിന് വിലയുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോ എന്റെ പടച്ചോ എന്നുള്ളൊരു ചൊല്ലില്ലാർന്നേ, ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടോ പോയറിവുണ്ടോ, ആ നാട് മരിച്ചേ പോയോ, അത് വെറും ഒരു കരവായിരുന്നു. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുടിലുണ്ടാർന്നേ, അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർകൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം പറച്ചിലുകൾ ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാലമാണ് എന്നുള്ളത് അധികം പറയുന്നത് വലിയ അധിക പ്രസംഗമായി മാറുമെന്നുള്ളത് കൊണ്ടും ലോകത്തിൽ എന്ത് കാര്യവും നമ്മുടെ വിരലിൻ്റെ തുമ്പയിൽ ഒന്ന് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കിട്ടുമെന്നുള്ളത് കൊണ്ടും നിങ്ങളെല്ലാവരും വളരെ വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും ഈ സെന്ററുമായി ബന്ധപ്പെടുന്ന ആളുകളായതുകൊണ്ടും Retired Justice Prakash Naik is a notable figure in India's judicial system, particularly in the Bombay High Court, where he served with distinction. Throughout his career, he earned respect for his adherence to law, his judicious understanding of legal principles, and his commitment to justice. His tenure on the bench was marked by several landmark judgments that have had a lasting impact on the legal landscape of India. During his tenure at the Bombay High Court, Justice Naik cultivated a persona that was deeply respected by his peers, the legal fraternity, and the broader public. His balanced approach to justice, commitment to the rule of law, and thoughtful judgments made him a towering figure in the Indian judiciary. One of the most defining aspects of Justice Naik's persona was his unwavering sense of integrity. Known for his incorruptibility, he approached
each case with commitment to fairness, ensuring that justice was not swayed by external influences or personal biases. He was also known for a strict adherence to the judicial discipline. His rulings, whether in favor of the petitioner or the respondent, were always reasoned and rooted in legal principles, showcasing his respect for the sanctity of the judiciary. Sir Prakash Naik has left behind a rich legacy of humility, integrity, empathy, and judicial wisdom for us to follow. Thank you, sir. വാങ്ങുന്നതിനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാൽ സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ സർ, പ്ലീസ്. सर प्लीज एक बार थैंक यू. താങ്ക് യു. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സുഹനി മലയാള ചലച്ചിത്ര വേദിയിലേക്ക് മിമിക്രി ലോകത്ത് നിന്ന് കടന്നു വന്ന് നാടൻ പാട്ടുകളിലൂടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളം കടന്ന് തമിഴിലേക്കും മറ്റു ഭാഷകളിലേക്കും എല്ലാം കടന്നുപോയി. ഇങ്ങനെ ചിരിക്കാതെ ഒരു ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിൻ്റെ മണ്ണിൻ്റെ മണമുള്ള മനോഹരമായ പാട്ടുകൾ കൊണ്ട് നമ്മളെ ഏറെ രസിപ്പിച്ചിരുന്ന, ചെല്ലുന്ന വേദികളിലെല്ലാം ആസ്വാദകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയിരുന്ന മലയാളത്തിൻ്റെ ഒരേ ഒരു പ്രിയപ്പെട്ട കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി സംഘാടകർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിലാദ്യത്തെ ഉപഹാരം ഏറ്റുവാങ്ങുന്നത് ഞങ്ങളുടെയൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങൾ മിമിക്രി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനത്ത് കാണുന്ന മിമിക്സ് പരേഡ് എന്ന് പറയുന്ന കലാരൂപത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചവരിൽ ഒരാളായിട്ടുള്ള, നിരവധിയായ സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ നിരവധിയായിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുള്ള, കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തും നമുക്ക് ഓർമ്മിച്ച് വെക്കാവുന്ന നിരവധി സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ്. അതിൽ നിന്ന് തന്നെ നിരവധിയായ വേഷങ്ങളിലൂടെ മലയാള ചലച്ചിത്രവേദിയിൽ നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ലാൽ സാറാണ് ഈ ഉപഹാരം ആദ്യമായി ഏറ്റുവാങ്ങുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായിട്ടുള്ള ശ്രീ പ്രകാശനായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീ ലാൽ അവരെ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. सर थैंक यू. തുടർന്ന് ഇനി ഈ രണ്ടാമതായി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കേരളത്തിൻ്റെ മിമിക്രി വേദികളിൽ കഴിഞ്ഞ, കേരളത്തിൻ്റെ നല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിമിക്രി എന്ന കലയുമായി കഴിഞ്ഞ 50 വർഷക്കാലമായി അദ്ദേഹമുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് നിരവധിയായ നാടുകളിലേക്ക് പോവുകയും നിരവധിയായ ആളുകളുടെ മനസ്സുകൾ കീഴടക്കലാകാൻ കേരള സംഗീത നാടക അക്കാദമി മിമിക്രി എന്ന കലയെ ഈ അടുത്ത കാലത്താണ് ഒരു കലാരൂപമായി അക്കാദമിക്ക് കീഴിൽ അംഗീകരിച്ചത്. അങ്ങനെ അംഗീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഗുരുപൂജ അവാർഡിന് അർഹനായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഒരു ഗുരുസ്ഥാനീയനായി കാണുന്ന മറ്റൊരു അതുല്യ പ്രതിഭയാണ്. കൊല്ലം സിറാജ് എന്ന പ്രിയപ്പെട്ട ആ കലാകാരനെ മണിച്ചേട്ടന്റെ പേരിലുള്ള ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി
വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ കൊല്ലം സിറാജ്. Sir, look camera, sir, look camera. ഇനി ഈ ചിത്രവേദിയിലേറെ ശ്രദ്ധേയമായ മഞ്ജു വാര്യർ നായികയായി അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന സിനിമ, അതുപോലെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഈശോ അടുത്ത് തിയേറ്ററിൽ റിലീസാവാൻ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന സിദ്ദിഖ് സാറ് അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിച്ചൊരു സിനിമയാണ് പൊറാട്ട് നാടകം എന്ന് പറയുന്നത്. തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങനെ 3 സിനിമകളുടെ രചയിതാവ് കൂടിയാണ്. അതിലൊക്കെ അപ്പുറം ഈ കഴിഞ്ഞ കുറച്ച് മാസം TV ചാനൽ പ്രോഗ്രാമുകളുടെ ഷോകളിൽ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ നമ്മൾ ബഡായി ബംഗ്ലാവ് പോലുള്ള നിരവധി പ്രോഗ്രാമുകൾ, എത്രയോ സൂപ്പർ ഹിറ്റായ എപ്പിസോഡുകളുടെ എഴുത്തുകാരനാണ്. TV ചാനലുകളിലെ അവാർഡ് നൈറ്റുകൾക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകൾ എഴുതുന്ന ആളാണ്. പ്രിയപ്പെട്ട സുനീഷ് വാരനാട് എന്ന് പറയുന്ന ആ കലാകാരനെ, സുനീഷ് ചേട്ടനെ വളരെ സ്നേഹപൂർവ്വം മണിച്ചേട്ടന്റെ പേരിലുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുനീഷ് വാരനാട് വരികയും ഇപ്പൊ ഏകദേശം 60ഓളം സിനിമകൾ, ചെറുതും വലുതുമായ 60ഓളം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു വലിയ കാലയളവ് മുഴുവൻ സ്കൂൾ കലോത്സവങ്ങളിൽ കുട്ടികളെ മൈം ഡ്രാമ, അതുപോലെ തന്നെ കോമഡി സ്കിറ്റുകളെല്ലാം, ഇംഗ്ലീഷ് സ്കിറ്റുകളെല്ലാം പഠിപ്പിച്ച് വേദിയിലെത്തിക്കുകയും നിരവധി തവണ അവരെ സംസ്ഥാന തലത്തിലെല്ലാം സമ്മാനത്തിന് അർഹമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം. വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാകാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ശ്രീ ഉണ്ണിരാജ് കലാകാരനാണ് ഇനി മണിച്ചേട്ടന്റെ പേരുള്ള അവാർഡിന് അർഹനായിട്ടുള്ളത്. ഒരുപാട് സ്കൂൾ കലോത്സവങ്ങളിലെ കുട്ടികളെ മൈമും മിമിക്രിയും മോണോആക്ടും സ്കിറ്റും പഠിപ്പിച്ച് സംസ്ഥാന തലത്ത് ദേശീയ തലങ്ങളിലൊക്കെ പുരസ്കാരങ്ങൾക്ക് അർഹമാക്കിയിട്ടുള്ള ഒരു കലാകാരൻ. അതിനപ്പുറം നമ്മുടെ പല കോമഡി ഫെസ്റ്റിവൽ, ഇങ്ങനെ ഒരുപാട് ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ സുപരിചിതനായിട്ടുള്ള അവതാരകൻ, എഴുത്തുകാരൻ, കോവിഡ് കാലത്ത് ഒരുപാട് വൈറലായിട്ടുള്ള വീഡിയോകളുടെയൊക്കെ ക്രിയേറ്റർ, 10-20ഓളം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വന്ന് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ സ്ഥാനം പതിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട ദേവരാജൻ കോഴിക്കോട് ആണ് അടുത്തതായി പറയുന്നത്. എത്ര പേരുടെ ദീർഘമുള്ള പ്രസംഗങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് പലരെയും ഏറ്റവും ടെൻഷൻ അടിപ്പിക്കാറുള്ള ഒരു കാര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, വളരെ ചുരുങ്ങിയ വാക്കുകളാൽ ഏറ്റവും ആറ്റിക്കുറക്കി നമ്മൾ ഈ ആദ്യത്തെ ഉദ്ഘാടന പരിപാടി തീർക്കുമെന്നുള്ളത്, അത് ലാൽ സാറിന് ബാധകമല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാനായി വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, കുഞ്ഞു സംസാരത്തിൽ കുറച്ച് കഴിയുമ്പോൾ നടുവിനാവോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഏതായാലും മലയാള സിനിമയിലെ നടന്മാരൊക്കെ സംശയത്തിന്റെ മുനയിൽ ഇരിക്കുന്ന സമയമാണ്. കാരണം അവരൊക്കെ നോക്കുന്നത് തന്നെ ഒരു കുഴപ്പക്കാരൻ വന്നു എന്നുള്ള രീതിയിലാണ്. ഏതായാലും അങ്ങനെയൊന്നും അല്ല കേട്ടോ. പ്രത്യേകിച്ച് മലയാള സിനിമയിലുള്ളവർ വളരെ പാവങ്ങളായിട്ടുള്ള, സാധുക്കളായിട്ടുള്ള, അത് കുഴപ്പക്കാരൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ, അതെല്ലായിടത്തും ഉണ്ടല്ലോ. അത്രയൊക്കെ ഉണ്ട്. മലയാളത്തിലെ നടന്മാരെയും നടികളെയൊക്കെ പറ്റിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളുണ്ടെങ്കിൽ, ഇതിന്റെ ഫംഗ്ഷനൊക്കെ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സംഖ്യ ചോദിക്കും. അത് ഈ പണത്തിനുള്ള ആർത്തി കൊണ്ട് മാത്രമല്ല, അത് കഴിയുന്നതും ആ ചടങ്ങിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യ കൂടിയിട്ടാണ്. അപ്പോ ഇവരെ പറ്റിക്കാനായിട്ട് പലരും കണ്ടുപിടിച്ചിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. ചടങ്ങിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷത്തെ സത്യൻ മെമ്മോറിയൽ അവാർഡുണ്ട്, അല്ലെങ്കിൽ പ്രേംനസീർ മെമ്മോറിയൽ അവാർഡുണ്ട്. ഈ അവാർഡെന്ന് കേൾക്കുമ്പോൾ മിക്കവാറും ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് ഒരു അംഗീകാരം നമ്മളിലേക്ക് വരുമ്പോൾ അത് വേണ്ടാന്ന് നോക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഈ പണത്തിനേക്കാൾ ഒരു 150 രൂപയുടെ തകിട് കൊണ്ടുള്ള ഒരു മമയുടെ കിട്ടിയാലും അത് ഒഴിവാങ്ങാനായിട്ട് പലരും പോകും. അത്രയും എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ നടന്മാർ എന്ന് വെച്ചിട്ട് ഞാനിവിടെ വന്നത്
ഈ അവാർഡ് കിട്ടുമെന്ന് കരുതിയിട്ട് മാത്രമല്ല കേട്ടോ. അവാർഡല്ല, വെറുതെ ഒന്നിവിടെ വന്നിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വരുമായിരുന്നു. കാരണം അങ്ങനെ ഒരു ബന്ധം ഈ പീപ്പിൾസ് ആർട്സ് സെൻ്ററുമായിട്ട് എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് മുതലുണ്ട്. അതായത് ഒരു 40 വർഷത്തെ 43 വർഷത്തെ 1981 ഞാൻ സിദ്ദീഖുമൊക്കെ ആദ്യമായിട്ടൊരു പ്രൊഫഷണലായിട്ട് കലയെ കാണാൻ തുടങ്ങിയത്. മിമിക്സ് പരേഡ് എന്ന കലാഭവന്റെ ഒരു പരിപാടി തുടക്കം കുറിച്ചത് 1981 സെപ്റ്റംബർ മാസം 21-ാം തീയതി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ 21-ാം തീയതി സെപ്റ്റംബർ. 43 വർഷം പൂർത്തിയായത്. അന്ന് ആ പ്രോഗ്രാം തുടങ്ങി, സക്സസ് ആയി. പക്ഷെ അങ്ങനെ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ തോതിലേക്ക് അവരുടെയൊക്കെ പരിപാടികളുണ്ട് എന്ന് പറയുന്ന സമയത്ത് അന്ന് ഇത് മണത്തർ അറിഞ്ഞ് കണ്ടുപിടിച്ച് വന്ന ആളാണ് ഗോപകുമാർ. അന്ന് ഞങ്ങളെ ഈ ബോംബെയിൽ കൊണ്ടുവന്നിട്ട് പ്രോഗ്രാം നടത്താനായിട്ട് ഞങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കിയത് അദ്ദേഹമായിരുന്നു. അന്നിവിടെ ഷൺമുഖാനന്ദ ഹോളിലും മലയാളിൽ ഏതൊരു ഹോളിൽ ഞങ്ങൾ പ്രോഗ്രാം നടത്തി. ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. ഷൺമുഖാനന്ദാളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തുനിന്ന് ആളുകൾക്ക് കയറാൻ പറ്റാത്തത്രയ്ക്ക് ബഹളമായിരുന്നു. കുറച്ചു മുമ്പ് ഇവിടെ ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് പണ്ടങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ, ആ നാട്ടിൽ പുഴയുണ്ടായിരുന്നേ, പുഴ നിറയെ മീനുണ്ടായിരുന്നേ എന്നൊക്കെ പാടിയപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങോട്ടൊന്ന് പോയി. അന്ന് ഇതൊന്നും അല്ലായിരുന്നു അവസ്ഥ. ഇങ്ങനെ ശുഷ്കമായിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നില്ല അന്ന്. ഇന്നിപ്പോ ആളുകൾക്ക് ഒരുപാട് തിരക്കുകളായി. പല ബഹളങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒന്നിനും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഈ കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ എത്തിച്ചേരുന്നു. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അശോകൻ സാറിന് വേദിയിൽ വന്ന് ഇരിക്കാനുള്ളൊരു സമയം കൊടുക്കാതെ തന്നെ ഈ ഡയസിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. സദസ്സിനെ അഭിസംബോധന ചെയ്യാനായി രണ്ടുപേർക്ക് സംസാരിക്കാനായി സ്നേഹത്തോടുകൂടി ക്ഷണിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം ലാൽ, മറ്റ് സുഹൃത്തുക്കളെ, ഈ ഒരു ചടങ്ങിൽ ഈ മനോഹരമായ ചടങ്ങ് എന്ന് പറയണം. കാരണം വലിയൊരു സാംസ്കാരിക Kalabhavan Mani Commemorative Award Ceremony is being celebrated today. In the presence of the dignitaries on the dais and all of you who are gathered at this gathering. Mr. Lal, the actor and director, Mr. Gopkumar Pillai, the Secretary of People Arts Society, Mr. Ashokan, the Special Representative of Mathrubhumi, the other members of People's Arts Society, the organizers, and my dear friends. People's Arts Society is an organization which is known to me since last more than 10 years. When I was a lawyer, I was associated with Mr. Gopkumar Pillai, and from that day onwards he had invited me to several functions organized by People's Arts Society. This organization has been doing a commendable job of organizing such functions. Award ceremonies are conducted, cultural programs are hosted, awards, even Chhatrapati Shivaji Maharaj Award is also being hosted by this organization.
I have attended such functions in the past, and one of the award was also given to me in the past by this organization. I am indebted to this organization for honoring me with such an award. I am also glad that I am invited for today's function. Although it was the last moment, I did not hesitate to accept the invitation of Mr. Gopkumar Pillai, considering my association with him. And the work which is performed by this association. The artists are required to be appreciated. Of course, we expect some more people to be here in the gathering, in the audience. Slowly people are coming. But I appreciate all those who are present here for supporting the artists who have won this award ceremony and also attending the further function which is going to be followed after this ceremony. Kalabhavan Mani Commemorative Awards is the award which we are celebrating today. Mr. Mani was a versatile actor, singer, mimicry artist, and beloved versatile personality from Kerala. India is a country of various languages, religions, castes, creed. But there is unity in diversity. And People's Art Center is one of the organizations which has set the best example as to how people can be brought together by upholding such functions. The award winners for the today's function, I congratulate all of them. It's not easy to win the award. Parting award to the winner is appreciation of his art, is an acknowledgement of the hard work, efforts put up by that actor. I must tell you that mimicry is not an easy art. It's not very easy to perform mimicry. Maybe you can perform a serious role, but not mimicry. That there are many artists produced by Goa. There are small dramas performed, 1-8 plays, 3-8 plays. Even when I was a student of in Goa, while I was doing Sir, hold. यस सर तो हो गया आपका सर आइए प्लीज़ माइक ले आगे आगे बैग में रखा हो गया Go in between. Sir, what would you like to say about this award function? I must appreciate that People's Art Center has organized this function and Kalabhavan Mani award ceremony. He himself was a great artist, and in his memory, this ceremony has been conducted by People's Art Center. I congratulate all those award winners to whom we have awarded in today's function. And I hope this People's Art Center will continue to host such functions in future. Thank you. Sir, what would you like to say about today's function and Gopkumar Pillai Ji Expo? This is a 1067th event. ഒരുപാട് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഇത്.
കാരണം ഇതൊരു സാമ്പത്തിക ബെനിഫിറ്റ് കണ്ടിട്ടുകൊണ്ടുള്ള ഒരു ബിസിനസ് പരിപാടിയല്ല. ഈ പരിപാടികള് സാമ്പത്തികമായിട്ട് കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുമല്ലേ, കുറെ പൈസ ഇറക്കാന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്നിരിക്കും. പക്ഷെ കലാകാരന്മാരുള്ള സ്നേഹം, കലയോടുള്ള സ്നേഹം, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഗോപകുമാറിന്റെ മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ആ ഒരു ഇഷ്ടം വർഷങ്ങളായിട്ട് ഗോപകുമാറുമായിട്ട് ഉള്ളത് കൊണ്ടിട്ടും അത് മനസ്സിലാക്കുന്നത് കൊണ്ടിട്ടുമാണ് ഗോപകുമാർ വിളിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. मेरा कहने का मतलब ऐसा है कि इस किस्म की जो प्रोग्राम है बम्बई में कई सालों से आयोजित किया जाता है, लेकिन इसमें क्या है, कुछ लोगों की सहभाग अच्छा है लेकिन कुछ लोग हमसे दूर भी हो जाते हैं. लेकिन इस किस्म की जो प्रोग्राम है बहुत कम मुंबई में आयोजित किया जाता है, क्योंकि ये जो है केरला के चारों ओर से एक कोने से लेकर दूसरे कोने तक के कलाकारों को इसमें जमा किया गया. तो उस हिसाब से हम देखा जाएगा तो ये बहुत बड़ी सक्सेसफुल प्रोग्राम है. लेकिन आर्थिक दृष्टिकोण से देखेगा कुछ भी नहीं है, बहुत बड़ी नुकसान है. लेकिन कला के रूप में देखेगा ये बहुत बड़े सक्सेसफुल प्रोग्राम है. अभी 1067 इवेंट हो रहा है, तो वो कैसा लग रहा है? इतना लंबा जर्नी आपने कंप्लीट किया. अभी देखिए मेरा 75 साल की उम्र है, उसमें जर्नी जितनी भी लंबे देते रहेगा, जब तक रहेगा तब तक कुछ ना कुछ प्रोग्राम करते रहेंगे. उसमें कोई भाषा नहीं, कोई देश नहीं, कुछ नहीं, हर किस्म का प्रोग्राम हम करते रहेंगे. अभी हमारा जो है फरवरी में छत्रपति शिवाजी महाराज पुरस्कार आ रहा है. अभी नेशनल अवार्ड विनर जो अपना शेट्टी साहब है, उनका एक सम्मान का प्लानिंग कर रहा है. कुछ ना कुछ तो होते रहेगा. तो हम कहाँ तक हम जाएंगे देखें जाएंगे. तो उसमें मलयालम अवार्ड बहुत समय बाद आपने किया नहीं, अभी मेरा ख्याल से एक 7-8 साल के बाद में. बीच में क्या है, ये इसके वजह से कम करते नहीं था. मलयाली ऑडियंस बहुत कम है बॉम्बे में अभी, पहला जैसा नहीं था. पहले हमारा हर महीने में 15-20 प्रोग्राम होते थे मलयालम में. इतना काफी प्रोग्राम होते थे, लेकिन अभी काफी कम हो गए. थैंक यू सो मच. അറിയായിട്ടല്ല, പക്ഷെ എന്താ പറയുക, ഒരു തുടക്കത്തിൽ അത് കിട്ടുക. കാരണം എന്താ പറയുക, ഈ അവതാരകരായിട്ടുള്ള ആളുകൾ, ഞാനടക്കമുള്ള പല ആളുകളും സ്റ്റേജിൽ ആളുകളെ ചോദിച്ച് വെറുപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഒന്ന് കൈയടിക്കുമോ എന്ന് കൈയടിക്കുന്നു. അവസാനം അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നതിന് നിങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാവും. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ ഒരു 10 പീസ് അല്ലെങ്കിൽ 15 പീസ് ഓർക്കസ്ട്ര ഒന്നും വെച്ചിട്ടുള്ള വലിയ പരിപാടി ഒന്നുമില്ല. രതീഷിന്റെ കുറച്ച് നല്ല ഓളങ്ങളുള്ള കുറച്ച് നല്ല നാടൻ പാട്ടുകൾ, അതിന്റെ കൂടെ കുറച്ച് നാട്ടു തമാശകൾ പറയുന്ന പോലെ കുറച്ച് തമാശ പരിപാടികളുമായിട്ടാണ് നമ്മൾ പോകുക. എന്തായാലും വളരെ സ്നേഹത്തോടു കൂടി ആ കലാകാരന്റെ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. രതീഷിന്റെ 2 പാട്ടുകൾ, ആ പാട്ടുകൾ കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യത്തെ ഒരു ചെറിയ കോമഡി പെർഫോമൻസ്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. 2ാം തവണയാണ് ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. അംശി മുംബൈ എന്ന പരിപാടിയിലെ റിയാലിറ്റി ഷോയിലെ നാടൻ പാട്ടിന്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചത് ഈ വേദിയിൽ. അപ്പൊ മണിച്ചേട്ടന്റെ പേരുള്ള ഈ പരിപാടിയിൽ മണിച്ചേട്ടന്റെ പാട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? റെഡിയല്ലേ? മണിച്ചേട്ടന്റെ ജീവിത ചരിത്രം പറയുന്ന ആ ഓട്ടോ ഓടിക്കുന്ന ആ പാട്ടിന്റെ ഇണത്തിലേക്ക് എല്ലാവരും കൂടണം, കൈയടിച്ച് കൂടണം എല്ലാവരും. റെഡി?
പിന്നെ അതെനിക്ക് വേണ്ട അങ്ങോട്ട് ശരി അയ്യോ അച്ഛക്ക എന്നോട് സ്റ്റേജിൽ നിന്ന് വാച്ച് ഇറന്ന് വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ ഒരു കുഞ്ഞ് സമ്മാനം കേട്ടോ. അതൊക്കെ വലിയൊരു സംഗതി ഒന്നുമില്ല. എന്തായാലും ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും മനസ്സിൽ സ്നേഹത്തിന്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന, മലയാളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, മലയാളികളെ തമ്മിൽ പരസ്പരം അറിയുന്ന ഈ സദസ്സിലെ മഹനീയരായ എല്ലാ കലാസ്വാദകർക്കും മനോഹരമായ ഓണാഘോഷം വേളയിൽ ഈ എളിയ കലാകാരന് ഹൃദയം തൊട്ട ഒരു ഓണ നമസ്കാരം. എന്നെ മുമ്പ് കൊടുക്കുന്നു. ഞാൻ ഇത്രയും മലയാളം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്ന സദസ്സിലില്ല. അവിടെ മൊത്തം നിങ്ങൾക്ക് അവിടെ നിന്നാൽ സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും. ഹിന്ദി അറിയെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ. ഒരു കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും പാടാണ് ഹിന്ദി അറിയാൻ പാടില്ലെങ്കിൽ. അതാവസ്ഥ. ഞാനൊക്കെ മിമിക്രി പരിപാടിയിൽ തന്നെ മാറ്റം വരുത്തി തുടങ്ങി. തിലകൻ ചേട്ടനൊക്കെ ഈ തടയിടാൻ ആ സാധനമൊക്കെ മാറ്റിയിട്ട് ഞങ്ങളൊക്കെ പെരുമ്പാവൂര് അങ്ങനെ ആക്കിയിട്ട് വരികയാണ്. മൊത്തം അവര് ബംഗാളികളുടെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ നമ്മുടെ നാട് ഓണം കഴിഞ്ഞു. ആന്ധ്രയിൽ നിന്ന് അരി വന്നു, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വന്നു, കർണാടകത്തിൽ നിന്ന് വാഴയില വന്നു, നമ്മൾ ഉണ്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് സ്മോൾ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ച് നല്ലപോലെ നമ്മൾ KL ആണ്. എല്ലാം നമ്മുടെ ഇവിടെ MH പോലെ KL ആണ്. കേരളത്തിലെ എല്ലാ വണ്ടികളുടെയും നമ്പർ പ്ലേറ്റിൽ KL എന്ന് കാണാം. അത് K ഫോർ കേരള, L ഫോർ ഒന്ന് ലോട്ടറി, 2 ലിക്കർ. ഇത് രണ്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾ. നിങ്ങൾ വലിയ കുഴപ്പമില്ല. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. അപ്പൊ ഞങ്ങള് നമ്മുടെ നാട്ടിലെ ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഭാര്യയുടെ പേര് മാറ്റി പിണറായി എന്നാക്കി. എന്താ കാര്യം എന്നറിയോ? ഞാൻ എന്റെ മൊബൈലിൽ നോക്കിക്കുക, ഞാൻ വൈഫ് എന്ന പേര് മാറ്റി പിണറായി എന്നാക്കി. എന്റെ വൈഫ് 30,000 രൂപയുടെ സാരി വാങ്ങാൻ, അല്ലെങ്കിൽ അവൾ എസ്റ്റിമേറ്റ് ഇടും 3,000 രൂപയുടെ സാരിക്ക് അവൾ എസ്റ്റിമേറ്റ് ഇടുന്നത് 30,000 രൂപയുടെ സാരി. 30,000 രൂപ പറയുന്നത് വാങ്ങുന്നത് 3,000 രൂപയുടെ സാരി. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഞാൻ നിങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോവാണ്. നമ്മുടെ നാട് കേരളം എന്ന് പറയുന്ന നാടിനെ നിങ്ങളൊന്ന് ഓർമ്മിക്കുക. കേരളം എന്ന് പറയുന്ന നാട് പാവയ്ക്ക പോലെ കിടക്കുന്ന നാടാണ്. ആ ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ അറിയാം. ആ നാടിനെ ഇപ്പൊ കണ്ട, ഞാൻ അതിനെ കണ്ട പണ്ട് പാർവതി പ്രണയം എന്ന സിനിമയിൽ ഹരിശ്രീ അശോകൻ പറയുന്ന ഒരു സാധനമുണ്ട്. അതുപോലെയാണ് നമ്മുടെ നാട്. നമ്മുടെ നാടിന് കണ്ണും മൂക്കും വായും ഉണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ ഭൂപടം നമ്മളോട് പറയുന്നത് ഇങ്ങനെയായിരിക്കും. കൈകാലാവതില്ലാത്തവരുടെ എന്തെങ്കിലും തന്നെ അമ്മോ അമ്മോ അമ്മ അമ്മ അമ്മോ ചില്ലറയിലെ ചില്ലറ തരാൻ പറ്റിക്കാണ് ദൈവമേ അമ്മോ അമ്മോ അമ്മ അമ്മ അമ്മോ. 1 പൈസ ഇല്ലാതെ 5 പൈസ ഇല്ലാതെ ലിവർ സിറോസിസ് വന്നിട്ട് കേന്ദ്രത്തോട് ഇങ്ങനെ കൈനീട്ടി വല്ലതും തരണേന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളം എന്ന ഞങ്ങളുടെ ഈ നാട്. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിപ്പോ മൊത്തം മുംബൈക്കാരായ കാരണം നമ്മൾ പറയും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത്? എനിക്കറിയാമോ? അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും രാവിലെ പത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ രാവിലെ പത്രം ഹേമാക്കാൻ പറ്റിയ റിപ്പോർട്ട് ഇന്ന് നടക്കുന്നത്. ഒരു ഉച്ചയ്ക്ക് 11 മണിക്ക് നമ്മൾ TV വെച്ച് കഴിഞ്ഞാൽ വേറെ ഹേമാക്കാൻ പറ്റി 12 മണിയാകുമ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത്. ഒരു ദിവസം രാത്രി ഒരു 25 പ്രാവശ്യമെങ്കിലും ദൈവത്തെ വിളിച്ച് ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാത്ത ഒരു നാടായതുകൊണ്ടാണ് ഇതിന് ദൈവത്തിന് സ്വന്തം നാട് എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന്റെ ഭംഗിയുള്ളൂ. പണ്ടായിരുന്നു ഭംഗി, ഇപ്പൊ ഭംഗിയൊന്നുമില്ല. മാവേലി നമ്മുടെ നാട്ടിൽ, ഞാൻ ഈ മാവേലി വരുന്നൊരു യാത്ര ആണ് ഉദ്ദേശിച്ചത്. കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ. ഞാൻ പകുതിക്കുന്നതിന്റെ ബാക്കി നമ്മുടെ കുറച്ച് ആൾക്കാരെ വിളിക്കുക. അപ്പൊ മാവേലി എനിക്ക് തോന്നുന്നു തലസ്ഥാനത്തായിരിക്കും ആദ്യം വരിക. തലസ്ഥാനത്ത് വരുമ്പോ പുള്ളിക്ക് വഴി തെറ്റും. കാരണം തലസ്ഥാനം മാറി വിഴിഞ്ഞം പോർട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് തലസ്ഥാനം മൊത്തം മാറി. മാത്രമല്ല പണ്ട് വന്ന കുഴിയൊന്നും കാണാനില്ല. അതിനേക്കാൾ വലിയ കുഴികൾ വേറെ സ്ഥലത്തുണ്ട്. മാവേലി ഇതിനേക്കാൾ വലിയ കുഴി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിൽ കൂടെ വരാമായിരുന്നല്ലോ എന്ന് മാവേലി പോലും തോന്നും. മാവേലി വന്ന് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കും. പക്ഷെ മുഖ്യമന്ത്രി മൗനത്തിലായിരിക്കും. കൂടുതൽ സമയം പുള്ളി മൗനത്തിലാണ്. ചിലപ്പോ പറയാം, ചിലപ്പോ കടക്ക് പുറത്തെന്ന് പറഞ്ഞ പുള്ളിക്ക് പോവേണ്ടി വരുന്നുള്ളത് കാരണം പുള്ളി മറ്റൊരാളെ കാണാൻ പോകും. അവിടെ പഴയൊരു മാവേലി ഉണ്ടായിരുന്നു. ഞാൻ ആ മാവേലിയിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടിരിക്കുകയാണ്. ആ മാവേലി ഒരു പക്ഷേ ഈ നമ്മുടെ മാവേലിയെ കണ്ടാൽ പറയുന്നത്, ഇപ്പൊ വയ്യാണ്ട് കിടക്കാണ്, പക്ഷെ പറയുന്നത് ഇങ്ങനെയാവാം. കേരളത്തിൽ മുമ്പ് ഭരിച്ചിരുന്ന മാവേലിക്ക് നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് മാഫിയ ഇവിടെ കരാളഹസ്തങ്ങളിൽ പെട്ടൊരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവൻ വാമനൻ വന്ന് താങ്കളെപ്പോലൊരു സാധാരണക്കാരനായ സഖാവിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതിന്റെ ഓർമ്മ പങ്കുവയ്ക്കുന്നൊരു വലിയ ദിവസമാണ് ഓണം. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഭൂമിയിലേക്ക് നിന്നും പാതാളത്തിലേക്ക് പോയ മിസ്റ്റർ മാവേലിക്ക്, സഖാവ് മാവേലിക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ.
ഞാനിങ്ങനെ പറയുക. ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ കുറെ സാധനങ്ങൾ കേൾക്കായിരുന്നല്ലേ. ഞാനൊക്കെ ആലോചിക്കും പുള്ളി എന്തൊക്കെ ഇല്ലാതെ പോകുന്നതാണ് കുഴപ്പം. ഉണ്ടെങ്കിൽ കേൾക്കാം മാത്രമല്ല നമുക്ക് രസമുണ്ട്. പുള്ളിയുടെ ഒക്കെ പത്രസമ്മേളനങ്ങൾ ഞാൻ പണ്ട് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന മാതൃഭൂമിയിലെ ശോസനോട് ഇരിപ്പുണ്ട്. പണ്ട് മാതൃഭൂമി ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം. അപ്പോൾ മലങ്കര സഭയുടെ സമ്മേളനമാണ്. അപ്പോൾ സ്റ്റേജിൽ പ്രൈവറ്റ് സെക്രട്ടറി എഴുതി കൊടുത്ത സാധനം ആദ്യം വായിക്കുകയാണ് പുള്ളി. ആശംസാ പ്രസംഗം മന്ത്രി ബിനോയ് വിശ്വം 10 മിനിറ്റ്. അത് ബ്രാക്കറ്റില്ല, നമ്മൾ അറിയേണ്ട കാര്യമല്ല, പ്രൈവറ്റ് സെക്രട്ടറി എഴുതി കൊടുക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി 15 മിനിറ്റ്. പേര് വായിക്കാൻ പറ്റാത്ത ഏതോ 2 വലിയ പിതാക്കന്മാർ. പേരെ പറഞ്ഞില്ല അന്ന് സ്റ്റേജിൽ. ഞാൻ ഇതേപോലെ ടിവിയിൽ പണ്ട് ഇന്ത്യ വിഷനിൽ പൊളിറ്റിക്സ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്നെ അറിയില്ല. ഞാൻ പൊളിറ്റിക്സ് എന്നൊരു പ്രോഗ്രാം ഒരുപാട് കാലം അവതരിപ്പിച്ചിരുന്ന ആളാണ്. അപ്പൊ പൊളിറ്റിക്സ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ റിമോട്ട് കയ്യിലെടുത്ത് ശബ്ദം മ്യൂട്ട് ചെയ്യും. ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ നിങ്ങൾ റിമോട്ട് കയ്യിലെടുത്ത് ശബ്ദം മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജാക്കാറൂത്ത് കാണാം. നല്ല ജാക്കാറൂത്താണ്. എന്റെ പരിപാടികളാണ് എനിക്ക് ഫ്രണ്ടിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു സഖാവെ എങ്ങനെയുണ്ട് എന്റെ പരിപാടി? എന്തൊക്കെ ചോദിച്ചത്, നിനക്ക് കാശ് കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. അയക്കൂ, നിന്നെപ്പോലെ കുറെ എണ്ണം ഉണ്ടല്ലോ എന്നെ ടിവിയിൽ വിറ്റ് ജീവിക്കുന്നവർ. ആ സരസ്വതമായ രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പൊ ഇല്ലാതെ പോയി. അപ്പോ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിന് പല ഭാഷാ ശൈലികളും സ്വാധീനമുണ്ട്. ഒരു കാഞ്ഞിരംകുളം ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ കടൽ തിര അടിക്കുന്ന പോലെ അവർ സംസാരിക്കുന്നത്. എന്തേ ഒരു തിര അങ്ങ് പോയ പോലെ തോന്നും. ഇവിടെ തിരുവനന്തപുരം അറിയാൻ പറ്റും. കാഞ്ഞിരംകുളം ഭാഗത്ത് അടുത്ത തിര ഇങ്ങോട്ട് പോകും. ഒരു തിര അങ്ങോട്ട് പോകുന്ന പോലെ അവർ സംസാരിക്കും. തിരുവനന്തപുരത്ത് പാതയാമൂർ നിന്ന് കഴിഞ്ഞാൽ തറയുടെ സ്ഥലമാണല്ലോ, കൈത്തറി. അപ്പൊ തറയുടെ ഈ കൂടുണ്ടാവും നമ്മളിങ്ങനെ നെയ്യുന്നതിന്റെ സ്പീഡാ. അവൻ പെയ്യടെ വന്നാ എങ്ങനെ ഇങ്ങനെ തറ നെയ്യുന്നു. പിന്നെ തിരുവനന്തപുരത്ത് നമ്മളെ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനെങ്കിലും ഞാനത് പറയാം. കാരണം അപ്പി എന്നാൽ കുട്ടികളെ അല്ലെ, പിള്ളേന്ന് വിളിക്കുന്ന കുട്ടികളെ. എന്റെ നാട്ടിലെ കുട്ടി അപ്പി എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ. അവിടെ കുട്ടികളെ അപ്പികളെന്ന് വിളിക്കും. അപ്പികള്. ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു സമയത്ത് പെണ്ണ് കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് ചെന്നു. അപ്പൊ തിരുവനന്തപുരത്ത് ചെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നു. അപ്പൊ പെണ്ണിന്റെ അച്ഛനും പെണ്ണിന്റെ അമ്മയൊക്കെ വന്ന് എന്നെ കണ്ട് സംസാരിച്ചു. അവരുടെ ജോലി എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പെണ്ണ് വന്നു. ഒരു ട്രെയിൽ മറ്റേ രസ്ന കലയ്ക്ക് വെള്ളമായിട്ടൊക്കെ വന്നു. എന്റെ മുന്നിൽ കൊണ്ട് വെള്ളം വെച്ചിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒന്നും കഴിക്കുന്നില്ല, ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു, എന്തേ നോക്കിക്കൊണ്ടിരിക്കണത്? വെള്ളങ്ങള് അപ്പികള് കലങ്ങിയത് തന്നെ മുടി. അപ്പൊ ഞാൻ എന്താ അല്ല വെള്ളങ്ങള് അപ്പികള് കലങ്ങിയത് തന്നെ കുടികളെ. അപ്പൊ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ നല്ല വെള്ളത്തിനാണെങ്കിൽ ഒരു കളറും എല്ലാം പ്രശ്നവും പുറത്തേക്ക് പോയി വാള് വയ്ക്കാമല്ലോ എന്ന് വരെ കരുതി. പിന്നീടാണ് മനസ്സിലായത് അവൾ കലക്കിക്കൊണ്ടൊക്കെ വെള്ളമാണ്. ഒറ്റ കാര്യത്തിൽ തിരുവനന്തപുരത്ത് തന്നെ വേണ്ടാൻ തീരുമാനിച്ചാണ്. അപ്പൊ തിരുവനന്തപുരം ഇങ്ങനെയാണ് ആ നാട്. നമ്മളെ ഭരിക്കുന്ന 141 പേർ ഉള്ള സ്ഥലം. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഭാഗത്തേക്ക് എത്തുമ്പോൾ കൊല്ലത്ത് എടൈ എന്ന് വിളിക്കുന്ന മുല്ലക്കപ്പ ഭഗവതി. മുല്ലക്കപ്പ ഭഗവതി വിഷ്ണുവാണ് ശിവനാണ്? മറ്റവൻ എന്താ നമ്മുടെ മുല്ലക്കപ്പ ഭഗവതി ഉണ്ടല്ല, അത് വിഷ്ണുവാണ് ശിവനാണ്? ഉടൻ തന്നെ മറ്റേ പുള്ളി മറുപടി കൊടുത്തു, നീ കൊമ്പ് കണ്ട കണ്ട്, തുമ്പുകൈ കണ്ട്, അതല്ലേ സുബ്രഹ്മണ്യൻ. നമ്മൾ അങ്ങനെ ഉള്ള വിവരമുള്ള ആളുകളാണ് പറയുക ആലപ്പുഴക്കാർ. ഞങ്ങൾ ആലപ്പുഴക്കാരുണ്ടെങ്കിൽ ഞങ്ങള് ഒരിക്കൽ അച്ഛൻ മകനോട് വഴക്കിടുകണ്ട, ഇവിടെ ഉമിക്കരിപ്പാത്തേൽ കിടന്നുണ്ട് ആനക്കടവുള്ള പേപ്പർ നീ കണ്ട. അപ്പൊ മകൻ എന്താണ്? ഉമിക്കരിപ്പാത്തേൽ കിടന്നുണ്ട് ആനക്കടവുള്ള പേപ്പർ നീ കണ്ടാണ്. അപ്പൊ മകൻ എന്റെ പൊന്നച്ഛ മേലാട്ട് നോക്ക്, അത് പട്ടായിട്ട് പറക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്റെ പൊന്നുമകനെ താഴോട്ട് ഇറക്കടാ, അത് പൊരേന്റെ ആധാരമാണ്. 2 ആനക്കടവുള്ള പേപ്പറാണ് ഞങ്ങൾക്ക് മുദ്രപത്രം. ഞങ്ങളുടെ ആലപ്പുഴക്കാർ ആനക്കട ഞങ്ങൾ സൂക്ഷിക്കുന്ന ഉമിക്കരിപ്പാട്ടായിരുന്നു. അതാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ആണ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമ ഒരു പക്ഷേ ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം മലയാള സിനിമ ചുറ്റിപ്പറ്റി നിന്നത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ഉദയ സ്റ്റുഡിയോയിലായിരുന്നു. നസീറും ഉമ്മറും ഒക്കെ. ഇപ്പൊ പിന്നെ സിനിമാക്കാരെ കുഴപ്പമാണ്. ഞാൻ ഒരു 3 സിനിമ എഴുതിയ ആളെ. എന്നെ ഭാര്യ പേടിപ്പിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഇത്തിരി ദേഷ്യത്തിൽ മുഖം മാറിയാൽ ഉടൻ തന്നെ ഭാര്യ എടുക്കാൻ ഹേമ കമ്മിറ്റി വിളിക്കണോ നീ ചോദിക്കും എന്റെ ഭാര്യ എന്നോട്. ഇപ്പൊ ഹേമ കമ്മിറ്റി കാരണം ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. എന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയുണ്ട്. അവളോട് അവളുടെ ഓഫീസിലെ ആളുകൾ ചോദിക്കുന്നത്
ഭർത്താവിന്റെ പേര് വരുമോ? ഒരാഴ്ചത്തേക്ക് പോയില്ല. നമുക്കിപ്പോ അങ്ങനെയാണല്ലോ, നമുക്ക് ആരുടെങ്കിലും പേരുണ്ടെങ്കിലും കൊള്ളാമെന്ന് പറയുകയാണ്. ഞാനൊക്കെ ആരോഗ്യം കുറെ നാൾ കഴിഞ്ഞിട്ട് സിനിമയിൽ എഴുതി കാണിക്കുമല്ലോ തുടക്കത്തിൽ, ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറ്റകരമാണ്, അത് പറയാൻ മലയാളത്തിൽ ഒരാൾക്ക് അവകാശമുള്ളൂ, അധികാരമുള്ളൂ. ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും കുറെ കാലം കഴിയുമ്പോൾ. ആരായിരിക്കും ഞാൻ പറയട്ടെ, എന്റെ ഒരു ഗസ്റ്റാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണ് എന്ന് പറയുന്ന ആൾ മുമ്പ് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾ സ്ഥിരമായിക്കൊണ്ട് ഇവിടെ. അപ്പൊ അദ്ദേഹം, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ എന്റെ സ്വന്തം നാട് ചേർത്തലയാണ്. ചേർത്തലയിൽ മറ്റൊരു മാവേലി ഉണ്ട്. മറ്റൊരു മാവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുറെ കാലം നമ്മളെ ഭരിച്ചിരുന്നൊരു മാവേലി. മകൻ വേറൊരു പാർട്ടിയിൽ പോയത് കൊണ്ടും വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും ജീവിച്ചോണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഇംഗ്ലീഷ്, അദ്ദേഹം കുറെ കാലം ഡൽഹിയിലുണ്ട്, ഡൽഹിയിലാണ് അദ്ദേഹത്തിന്റെ തട്ടകം. അപ്പൊ മലയാളം സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നയാളാണ്. എനിക്കറിയാം എങ്ങനെയാണ് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ കേട്ടോ, നിങ്ങൾ ആളെ മനസ്സിലാവും. ഞാൻ പേര് പറഞ്ഞു തരില്ല, നിങ്ങൾ ആളെ മനസ്സിലാവും. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇങ്ങനെ ടി വി വരുമ്പോൾ, ഇന്ത്യ ഫേസിംഗ് പ്രോബ്ലംസ്. എന്തോ ഇന്ത്യ ഫേസിംഗ് പ്രോബ്ലംസ്, all Indians are facing your problems. In Delhi, Sonia Gandhi facing problems with the recent government. Not only but also in Kerala. V.S. Sudhir and V.D. Sadisan also in Sudhakaran having some problems. I have no problem because we have only 10 rupees in my hands. ഞാൻ കിരീടത്തിലെ സേതുമാധവനോട് അച്ഛൻ ചിലകം പറയുന്ന പോലെ എന്റെ മകൻ പറിച്ചു മാറിയപ്പോ പറഞ്ഞു, കുഞ്ഞു മോനെ പറിച്ചു മാറി, നീ നിന്റെ പറിച്ചു മാറി നീ ചിരിച്ചു. അവൻ ഒറ്റ പോക്ക് എന്നെ ഇട്ടിട്ടവൻ അവന്റെ പപ്പയെ വിട്ട് നേരെ ഡൽഹി പോകാനുള്ള തയ്യാറെടുപ്പില്ല. എപ്പോഴും ഞാൻ ഒരു പപ്പ മകന് ഉപദേശം കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഡൽഹിയിൽ നീ പോകുമ്പോൾ മലയാളം പോരാ, ഹിന്ദി വേണം. മേം വെച്ചാൽ ഹൂം വെക്കണം, തും വെച്ചാൽ ഹോ വെക്കണം, ആപ്പ് വെച്ചാൽ തിരിച്ചു വെക്കണം. അത് കോൺഗ്രസ്സുകാരൻ വെച്ചാലും BJP-കാരൻ വെച്ചാലും ആപ്പ് ആപ്പ്. നിന്റെ പപ്പ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മുംബൈ മലയാളി സുഹൃത്തുക്കൾക്കും ഈ പഴയ മാവേലിയുടെ വക ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ. ഈ ഗ്രൂപ്പ് മാത്രം കൈയടിച്ചു, ഈ ഗ്രൂപ്പ് ഇപ്പോൾ പഠിച്ചില്ല. എങ്ങനെ ഈ കേരളം രക്ഷപ്പെടും? നാട്ടുകാരനാണ്. കുറെ കാലം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇപ്പോഴില്ല, ഇപ്പൊ തിരുവനന്തപുരത്താണ് താമസം. അപ്പൊ ചേർത്തയിൽ നിന്ന് പാട്ട് തെക്കാട്ട് വടക്കാട്ടെന്നൊക്കെ പറയുന്ന നാടാണ് ഞങ്ങളുടേത്. അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ നമ്മൾ എന്ന് പറയാത്ത ഞാൻ ആളുപോണേന് നിങ്ങൾ വരുന്നുണ്ടാ നമ്മ ഏതാണ് ഇള്ള് എന്നുള്ള അക്ഷരമില്ല. പക്ഷെ ഈ അത് പടിഞ്ഞാറൻ ഭാഗത്താണ്. കിഴക്കോട്ട് പോയ ഇറ് ചേരും. പോയാർന്നോ വളർന്നാർന്നോ നിന്നാർന്നോ ഇരുന്നാർന്നോ കിടന്നാർന്നോ അങ്ങനെ. അവിടുന്ന് തൃശ്ശൂര് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ തൃശ്ശൂർ ഈ ഇടയ്ക്ക് 1-2 പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് തൃശ്ശൂരിൽ നമ്മൾ ഈ പറഞ്ഞ തൃശ്ശൂരിൽ ജോലി ചെയ്ത ബംഗാളികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. തൃശ്ശൂരിൽ ജോലി ചെയ്ത ബംഗാളികൾ തമ്മിൽ സംസാരിക്കുന്നതേ അങ്ങനെയാണ്. അവരുടെ സംസാരം ഹിന്ദി സ്റ്റൈലായി. അങ്ങനെ ഹിന്ദിയില് ബംഗാളികൾ അങ്ങനെയായിരുന്നു. ഒരിക്കലും ഈ ഒരു തൃശ്ശൂരിൽ നമ്മളീ പറഞ്ഞ പോലെ ഹൈക്കോടതി ജഡ്ജി വന്നു പോയി. ജഡ്ജി തൃശ്ശൂരിൽ ഇരുന്നു, വാദിയും പ്രതിയും വന്നു. സാക്ഷിയോട് ജഡ്ജി ചോദിച്ചു, ഞങ്ങളുടെ ഭാഷയിലാണ്, താൻ എന്താണ് കണ്ടത്? ഉടൻ തന്നെ സാക്ഷി പറഞ്ഞു, അയാൾ തൃശ്ശൂർ റൗണ്ടിന്റെ ഭാഗത്ത് താമസിക്കുന്ന അയാളെ പറഞ്ഞു, ഞങ്ങളെ ജഡ്ജിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പൊ സാക്ഷി എന്നോട് പറഞ്ഞു, ജഡ്ജി പറഞ്ഞു, വാദിയും പ്രതിയും പ്രതിപ്പെട്ടു. ഈ സാക്ഷിയെ 6 മാസം കടന്നു തടവ് ശിക്ഷിച്ചു. മലയാളത്തിൽ വരാൻ പറഞ്ഞു. അല്ലെ തൃശ്ശൂർ ഇപ്പൊ മൊത്തം കുഴപ്പ. മറ്റെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ പിന്നെ മകനെ തോൽപ്പിക്കാൻ പൂരം കലർത്തിയ ആൾക്കാരെ എന്തായാലും പുള്ളിയായപ്പോൾ ശിക്ഷിക്കപ്പെടുന്ന പൂരം വന്ന് കൊണ്ടുപോയി. പക്ഷെ ആരോ കലക്കിയതാണ്, ഗർഭം കലക്കിയത് പോലെ കലക്കിയതാരും നമുക്ക് അറിയാൻ പറ്റും.
തൃശ്ശൂരിൽ വേറൊരാളുണ്ടായിരുന്നു, നിങ്ങൾക്ക് അദ്ദേഹത്തെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കുറെ കാലം തൃശ്ശൂരിൽ ആണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം ഉണ്ടായിരിക്കേണ്ട, ഞാൻ ഈ കുറച്ച് നമ്മളിൽ നിന്ന് പോയ ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് എപ്പോഴും അവരുടെ ഓർമ്മകളിലേക്ക് പോകാൻ കഴിയുക. നിലവിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറയുന്നതിനേക്കാളും നല്ലത് പഴയ നല്ല ആൾക്കാരെ പറയുന്നതാണല്ലോ. നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ, മനസ്സിലാവും എളുപ്പം. പ്രസംഗമായിരുന്നു തൊഴിൽ. അത് കഴിഞ്ഞ ഒരുപാട് വർഷം കേരളത്തിന്റെ മൂളമുള്ള വേദികളിൽ നിരന്തരമായി പ്രസംഗിച്ച് നടത്തിയിരുന്ന ആളാണ് കേട്ടോ. എന്നെ കുറച്ചു പേർക്ക് അറിയാൻ കഴിയും. എൻ്റെ പേര് സുകുമാർ അഴീക്കോടാണ്. ഞാൻ 88 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ കാരണം ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പണ്ടേ തട്ടിപ്പോയിന്. കോവിഡ് കാലത്ത് എങ്ങനെയാണ് ഒരു ഭാര്യയുടെ മുഖത്ത് മാത്രം നോക്കി 2 മാസം ഒരു ഭർത്താവിന് ജീവിക്കാൻ കഴിയില്ല എന്നത് ആലോചിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ സർവൈവൽ ചെയ്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വലിയ അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വർഷം ഗോപകുമാർ പള്ളിയോട് സംസാരിക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് തെരഞ്ഞെടുക്കുന്നവർക്ക് ഈ കലാഭവൻ മണി അവാർഡ് പോലൊരു അവാർഡ് കൊടുക്കുക. കാരണം ഞാൻ ഈ എങ്ങനെയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിൽ ഈ ടെൻസിങ് എത്തിയത് എന്ന് ഒരിക്കൽ ആലോചിച്ചു. ടെൻസിങ് സ്വന്തം ഭാര്യയുമായി വഴക്കിടുകയും എന്നിട്ട് ഭാര്യയോട് പറഞ്ഞത് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ ഒരു ഭർത്താവിന്റെ സ്വന്തം ഭാര്യയിൽ നിന്ന് എന്തുമാത്രം അകലെ പോകാമോ, ഏതാണ്ട് 8848 മീറ്റർ ഉയരെ വരെയാണ് ആ മനുഷ്യൻ പോയത്. അവിടെ ചെന്ന് ഫോണിൽ പിടിച്ച് ഭാര്യയോട് പറഞ്ഞത് ഞാനിപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലാണ്. ഭാര്യ പറഞ്ഞത് താഴോട്ട് ഇറങ്ങുക വെച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. ഇങ്ങനെയാണ് ഭർത്താവിനെ ഭാര്യ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യം. ഭാര്യമാർ പലപ്പോഴും എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ ജീവിച്ചത് കൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയുക. ആനയെ പോലെയാണ്, കാണാൻ വളരെ വലുതാണ്, നല്ലതാണ് കാണാൻ, എഴുന്നള്ളതും രസമാണ്. പക്ഷേ സ്വന്തമായി ഒരെണ്ണം വാങ്ങി നോക്കണം, വിവരം അറിയുന്ന കാര്യത്തെ തർക്കമില്ല. എത്ര ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കേരളം, എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ഔദ്യോഗിക ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൊറോട്ടയല്ല കേട്ടോ, അത് പുട്ടാണ്. കാരണം ഈ തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന 3 കഷ്ണം പുട്ടിനെയാണ് നമ്മുടെ ഐക്യ കേരളമാക്കി മാറ്റിയത്. അങ്ങനെയാണ് കേരളം. EMS ആദ്യത്തെ മുഖ്യമന്ത്രി 3 കഷ്ണമായിരുന്നു. CPM 3 കഷ്ണമാണ്, CPI 3 കഷ്ണമാണ്, BJP 3 കഷ്ണമാണ്, LDF 3 കഷ്ണമാണ്, UDF 3 കഷ്ണമാണ്. ഈ മലപ്പുറത്തൊക്കെ 4 കഷ്ണങ്ങളുണ്ട്, IUML എന്നൊക്കെ പറഞ്ഞിട്ട്. അത് 4 കഷ്ണം പുട്ടാണ്. ഈ പുട്ടാണ് നമ്മുടെ ഔദ്യോഗികമായ പദ്ധതി. ഓണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ കറി എന്ന് പറയുന്നത് അവിയലാണ് കേട്ടോ. കാരണം ഈ അതിനകത്ത് കാവി നിറത്തിലുള്ള ക്യാരറ്റും പച്ച നിറത്തിലുള്ള മുരിങ്ങാക്കോലും ചുവന്ന നിറത്തിലുള്ള മുളകും ഒരുമിച്ച് ചേർന്ന് കിടക്കുന്നത് കാണുമ്പോൾ ഐക്യ കേരളം കിടക്കുന്നത് പോലെ തോന്നുന്നു.